സേവ് ബോക്സ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി മൂന്നാം വട്ടവും ഹാജരാകുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയെന്ന വാർത്തകൾക്കെതിരെ നടൻ ജയസൂര്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നുമാണ് താരം പറയുന്നത്. ഇത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ച കാര്യമാണ്. ജനുവരി 7-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ജയസൂര്യയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ചോദ്യം ചെയ്യലിൽ ജയസൂര്യയും ഭാര്യ സരിതയും നൽകിയ മൊഴികളിലെ ചില അവ്യക്തതകൾ നീക്കുവാനാണ് വീണ്ടും വിളിപ്പിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീം ഉടമയായ സേവ് ബോക്സ് ആപ്പിന്റെ പ്രചരണാർത്ഥം ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ച വകയിൽ ലഭിച്ച തുകയെക്കുറിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏകദേശം 1 കോടി രൂപയോളം ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് പ്രതിഫലമായി ലഭിച്ചതാണെന്നും എല്ലാ ഇടപാടുകളും നിയമപരമാണെന്നും ജയസൂര്യ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ചോദ്യം ചെയ്യലിൽ നടൻ ജയസൂര്യയും ഭാര്യ സരിതയും നൽകിയ മൊഴികളിലെ ചില അവ്യക്തതകൾ നീക്കുവാനാണ് വീണ്ടും വിളിപ്പിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീം ഉടമയായ സേവ് ബോക്സ് ആപ്പിന്റെ പ്രചരണാർത്ഥം ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ച വകയിൽ ലഭിച്ച തുകയെക്കുറിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏകദേശം 1 കോടി രൂപയോളം ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് തനിക്ക് പ്രതിഫലമായി ലഭിച്ചതാണെന്നും എല്ലാ ഇടപാടുകളും നിയമപരമാണെന്നും ജയസൂര്യ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2 ദിവസമായി എന്നെക്കുറിച്ച് പരക്കുന്ന വാർത്തകൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞാനെന്നാണ് ജയസൂര്യ പറയുന്നത്. 7-ാം തീയതി ഹാജരാകാൻ പറഞ്ഞ് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ യാതൊരു അറിയിപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ചാനലുകളിലൂടെയാണ് ഞാനിതൊക്കെ അറിയുന്നതും എന്നും ജയസൂര്യ പറയുന്നു. 24-നും 29-നും ഹാജരാകാൻ പറഞ്ഞപ്പോൾ കൃത്യമായി പോയിട്ടുമുണ്ട്. ഞങ്ങൾ നിയമം പാലിക്കുന്ന സാധാരണ പൗരന്മാരാണ്. പരസ്യത്തിനായി സമീപിക്കുന്നവർ നാളെ എന്ത് തട്ടിപ്പാണ് നടത്തുന്നതെന്ന് മുൻകൂട്ടി അറിയുവാനാകില്ല എന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഓൺലൈൻ ലേലത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിയെന്നാണ് സേവ് ബോക്സ് ആപ്പിനെതിരെയുള്ള കേസ്. 2023-ൽ സ്വാദിഖ് റഹീം അറസ്റ്റിലായതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത്. ജനുവരി 7-ന് ജയസൂര്യ ഹാജരാകുമോ അതോ ED തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.